യെസ്, അടിച്ച് യെസ്, ഫിഷ് ഓൺ ഗൈസ്. യെസ് 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 യെസ്. ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഫിഷിംഗ് ബ്രോസ്. അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിയൽ വാരൻ്റെ മാരിയോ, അത് കണക്ക് തന്നെ നമ്മുടെ റിയൽ വാരൻ്റെ ഹൈനയും, അത് കണക്ക് തന്നെ നമ്മുടെ റിയൽ വാരൻ്റെ റാബീസും ആയിട്ടാണ് നമ്മൾ ഈ 3 ഫ്രോഗിൽ നമുക്ക് കിടിലോട്ട് ഇഷ്ടം പോലെ മീനെ കിട്ടിയിട്ട് നമുക്ക് നേരെ ആ ഒരു വീഡിയോട്ട് പോകും. ആ ഒരു വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളൂ ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകും. നമ്മൾ ഈ ആപ്പലിൽ ചെറിയ ചെറിയ ഇടയുണ്ട്, അതിനകത്താണ് അതിന് മീനെ പിടിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഈ മഴയത്ത് ഈ 2 അച്ചായന്മാർ കൂടി വീശി പിടിച്ചോണ്ട് ഇത്ര ഒരു ബക്കറ്റ് പോയപ്പോൾ സമ്മതിക്കണം. എന്താ അപ്പോൾ നമ്മൾ മാരിയിൽ എബിഞ്ഞേട്ട ഒരു മീനടിച്ച് കയറ്റിയിട്ടുണ്ട്. സാറിൻ്റെ കഴിച്ചില്ല, ഒരു 300 ഗ്രാം കഴിഞ്ഞിട്ട്. ഓക്കെ, വല മറക്കരുത്. അപ്പോൾ രണ്ടാമത് നമ്മൾ അങ്ങോട്ട് പോകാൻ നിന്നില്ല, അതിന് മുമ്പ് തന്നെ പുള്ളിക്ക് 2ാമത്തെ മീനടിച്ച് വീണ്ടും പോവാൻ. നമ്മുടെ 2ാമത്തെ മീൻ മാരിയല്ല കേട്ടോ കിട്ടിയേക്കുന്നത്. എന്തായാലും കൊള്ളാന്നായിട്ട് ഞാൻ നേരെ അങ്ങോട്ട്. ഒരടി കിട്ടാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ എന്തൊന്നും അടിച്ചില്ല എന്നറിയില്ല. നമുക്കൊന്നുകൂടി നോക്കാം. യെസ്, ഞാൻ പറഞ്ഞില്ലേ അവിടെ അടി കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ഫസ്റ്റ് സ്ട്രൈക്ക്, ഫസ്റ്റ് കസ്റ്റൻ മതി. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ വരെല്ലാം നമ്മൾ റിലീസ് ചെയ്യണം. കാരണം വെച്ചാൽ ഇതൊരു പാർട്ടായിരുന്നു, ഇവിടെ നിന്നാണ് മീൻ വന്ന് അടിച്ച്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ മീൻ നമ്മൾ റിലീസ് ചെയ്യുന്നതാണ്. എൻ്റെ മോനെ മാന്താപ്പ് വരാല് ഗൈസ്, മാന്താപ്പായിട്ട്. എൻ്റെ സൈസ് നിങ്ങൾ കണ്ടോ? ഓക്കെ, നമ്മുടെ റാബീസായിട്ട് വീണ്ടും കാസ്റ്റിംഗ് വന്ന് നിൽക്കുകയാണ്. എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഓളൊന്ന് സെറ്റ് ചെയ്യാം. ഒരു ചേഞ്ച് ആർക്കും ഇഷ്ടമല്ലാത്ത. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ക്യാമറയുടെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ കുറേ മിസ്റ്റേക്ക് നമ്മൾ വീഡിയോ വന്നിട്ടുണ്ട്. നല്ല ഫൈറ്റും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല, ഫസ്റ്റ് സ്ട്രൈക്ക് പോലും നമുക്ക് കിട്ടുന്നില്ല. പിന്നെ പോരാത്തിന് നല്ല ഇരുട്ടും ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോയുടെ ചെറിയ മിസ്റ്റേക്ക് നിങ്ങൾ ക്ഷമിക്കുക. അടുത്ത വീഡിയോ നമ്മൾ പവറാക്കി നല്ല രീതിയിൽ കൊണ്ടുവരുന്നതായിരിക്കും. സോ നേരെ നിങ്ങൾ വീഡിയോയിലേക്ക് പോകും. യെസ്, നമ്മുടെ ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട്. ഇത് സംഭവം വരാല്. നമ്മൾ ആദ്യത്തെ വരാനാണ്. കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ കിടുക്കനൊരു വരാനെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എറിഞ്ഞു നോക്കാം. ഇരിക്കുന്നുണ്ടോ വയമ്പിൻ്റെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്, അതിനെ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിസരത്ത് ഫുള്ള് വരാൻ നിൽക്കുന്നത്. അവന്മാരെയാണ് നമ്മൾ ഈ തൂക്കുന്നത്. ആക്ടിവിറ്റിയാണ്.
നമ്മുടെ രണ്ടാമത്തെ മീൻ ഇത് അത്യാവശ്യം കിട്ടുന്ന വരാൻ കേട്ടോ. എന്തായാലും ഒരു 1/2 കിലോ പ്ലസ് ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇന്നത്തെ 3ാമത്തെ വരാല് ഇരുത്തൊരു കാണുന്നൊക്കെ കാണത്തുള്ളൂ. വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തൊരു വരാല. നമുക്ക് വേണേ പുറത്തോട്ട് കാണിച്ചിടാം. കഴിച്ചേ ഇവിടെ ഉള്ളതുണ്ടോ സ്ട്രൈക്കാ. നമുക്ക് നോക്കാം. വെയിറ്റ് ജസ്റ്റ് ഒന്ന് പുറത്തെടുക്കട്ടെ. Nice second strike. Yes. നമ്മളിന്നത്തെ 4ാമത്തെ ഇവൻ കിടുക്കാനായിട്ട് നല്ല ബ്ലാക്ക് സാധനം കിടുക്കൻ ഒരു കറുത്ത വരാല് കാണിച്ചു തരാം. നമ്മുടെ ഇന്നത്തെ 5ാമത്തെ വരാല് തീപ്പൊരിയായിട്ട് ഹുക്ക് എൻ്റെ കയറിയിരിക്കുന്ന മെയിലാണ് കേട്ടോ. അതുകൊണ്ട് സിമ്പിളായിട്ട് ഊരിയെടുക്കും. നേരെ നമ്മുടെ 5ാമത്തെ വരാലും ചാക്കിനകത്ത് ഇത് കണ്ട ചാക്ക് നിറഞ്ഞു. അവിടെ അങ്ങനെ വരാനാണ് സ്ട്രൈക്ക് ചെയ്തിട്ട് എന്നായിട്ട് ആണ്. ഞാൻ പറഞ്ഞില്ലേ അവിടെ നമ്മുടെ ഇന്നത്തെ 2ാമത്തെ മീൻ കിട്ടുക്കനൊരു കാണിച്ചു തരാവേ. അവിടെ ഒന്ന് പൊടിമീൻ അടിച്ചിട്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചു മീനുണ്ടോന്നുള്ളത്. അപ്പോൾ നമുക്ക് ഊരണമെങ്കിൽ നമ്മൾ മീനും എല്ലാം അവിടെ ആണ് പോയി എടുക്കാം. ഒരു മോട്ടർ കാലാണ്. അപ്പോൾ നമ്മൾ മോട്ടർ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം എന്തായാലും ഈ സൈഡിൽ മീൻ വന്ന് നിൽക്കാൻ സാധ്യതയുള്ളൂ. നടുക്ക് നല്ല ഒഴുക്കുള്ളതുകൊണ്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും അടിക്കില്ല. അടിച്ച് യെസ്. പറഞ്ഞ് തീർത്തില്ല കൈസ്. അതിന് മുമ്പ് അടിച്ച് ഇത് ടാസ്ക്കാണ് കൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മീനിൻ്റെ നാക്കിലാണ് കയറിയേക്കുന്നത്. അത് ഭയങ്കര സീനുള്ള കാര്യമാണ്. അത് നമ്മുടെ അങ്ങനെ നമ്മൾ നമ്മുടെ 3ാമത്തെ മീൻ കൂട്ടിയിട്ടുണ്ട്. ഗായ്സ് നമ്മൾ അപ്പുറം പോയിട്ട് വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഇവിടെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. മീൻ വരാലൊക്കെ ആണെങ്കിൽ തന്നെ വന്ന് അടിച്ച് നേരെ അള്ളയിലോട്ട് കയറി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിന് ഇടയ്ക്ക് എറിഞ്ഞിട്ടുവാണെങ്കിൽ മീൻ വന്ന് വിത്ത് സ്ട്രൈക്ക് ചെയ്യും. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ മാക്സിമം വെള്ളം പറ്റിയിട്ടുണ്ട്. അപ്പുറം ആ കുട്ടിയുടെ ഒരു ആക്ഷൻ മീൻ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം, അവനെ അടുപ്പിക്കാൻ നോക്കാം. അടിച്ച്
ഞാൻ പറഞ്ഞില്ലേ. ഓ ഗൈസ്, അത്യാവശ്യം കൊള്ളാവുന്ന മീനാണ് കേട്ടോ. വാ, ഇതെന്തായാലും 1/2 കിലോ പ്ലസ് വരുന്ന കിട്ടുക വരാല് കാണിച്ചു തരാം. അയ്യോ, നമ്മുടെ ഗൈഡ് പോയിട്ടുണ്ട്. വേണ്ട, ഇങ്ങനെ സൈസ് ഉണ്ടോ? കിട്ടുക്കാനൊരു കാണാൻ വരാല്. എന്തായാലും നമുക്കിന്ന് കിട്ടിയതിൽ ഏറ്റവും വലിപ്പമുള്ളതിനാ. ഇങ്ങനെ നേരെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അതെ, ഇതിന്റെ ഹുക്ക് മാക്ക് കയറിയിരിക്കുന്നത് നല്ല ടാസ്ക് പരിപാടിയാണ്. അല്ലടാ, അതെ, കടന്ന് ചടച്ചടച്ച് ആ ഹോള് വലുതായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഊരി വരും തോന്നുന്നു. ആ ഊരി വന്ന് കഴിച്ചു. നാക്കി കയറി കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണത്. ഹുക്ക് തിരിഞ്ഞിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. നമുക്ക് ഇന്നത്തെ ഒരു ഹെവി വരാലാണ്. എന്തായാലും ഒരു 1/2 കിലോയ്ക്ക് അടുത്ത് വരുന്ന ഒരു കിടുക്കം വരാൽ. മറ്റേതൊക്കെ ഒരു 10-300 ഗ്രാമേ ഉള്ളൂ. ഇത് നല്ല വെയിറ്റ് ഉള്ള വരാലാണ്. അപ്പോൾ നേരെ സഞ്ചിക്കത്തിടാം.